വെൽക്കം ബാക്ക് ഫോക്സ് ഗെയിമിംഗ്. അപ്പോൾ ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് CS റാങ്ക് BR റാങ്ക് ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് എനിമി അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന 2-3 ക്യാരക്ടേഴ്സിനെയാണ് ഗൈസ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ആദ്യമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലിലേക്ക് അടിച്ചു പൊട്ടിച്ചേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് CS റാങ്ക് BR റാങ്ക്. പ്രത്യേകിച്ച് CS റാങ്ക് കളിക്കുമ്പോൾ നമുക്ക് സർവൈവൽ, അതായത് എനിമിക്ക് നല്ല ഡാം കൊടുക്കുന്ന ക്യാരക്ടേഴ്സ്, അല്ലാതെ നമുക്ക് സർവൈവൽ ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സാണ് ഗൈസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ക്യാരക്ടറാണ് ഒറിയോൺ. ഗൈസ് ഈ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ നമുക്ക് എനിമിയുടെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റിയ, എനിമിക്ക് അത്യാവശ്യം ഡാമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ക്യാരക്ടറാണ് ഇത് ഒറിയോൺ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ വെച്ചാണ് മിക്ക ആൾക്കാരും കളിക്കുന്നത് ഗൈസ്. രണ്ടാമത്തെ ക്യാരക്ടറാണ് നമുക്ക് ഈ ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് നമുക്ക് എനിമിക്ക് ഡാം കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് എനിമി എടുത്തുനിന്ന് സ്പീഡ് ഓടി വേണമെങ്കിൽ രക്ഷപ്പെടാനായിട്ട് പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഇത്. രണ്ടാമത്തെ ക്യാരക്ടർ ഇതാണ് നമ്മുടെ സ്പൈഡറിനെ വിട്ടിട്ട് എനിമിക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് ഡാം കൊടുക്കാനായിട്ട് പറ്റും, കാരണം നമുക്ക് വേണമെങ്കിൽ സ്പൈഡറിനെ ഇട്ടിട്ട് എനിമി എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാൻ പറ്റും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഗൈസ് ഇത്. അടുത്ത ക്യാരക്ടറാണ് ഇത്. ഈ ഒരു ക്യാരക്ടർ ഇഗ്നീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇത്. ഈ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ തീ വിടുവാണ്. അപ്പോൾ എനിമി നമ്മുടെ, അതായത് നമ്മളിപ്പോൾ ഈ CS റാങ്ക് കളിക്കുമ്പോൾ ഇത് സ്ക്വാഡായിട്ടാണല്ലോ ഗൈസ് നമ്മൾ കളിക്കുന്നത്. അപ്പം നമ്മുടെ എതിർ ടീം 4 പേരും, നമ്മൾ 4 പേരുമായിട്ടാണല്ലോ ഗൈസ് കളിക്കുന്നത്. അപ്പോൾ എതിർ ടീമിൽ 4 പേരും നമ്മളെ വെടിവെക്കാൻ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ യൂസ് ചെയ്യാം. ഈ ഒരു ക്യാരക്ടർ ഒറിയോൺ ക്യാരക്ടറിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്യാരക്ടർ തീയാണ് വിടുന്നത്. അപ്പോൾ ഈ ഒരു തീ വിട്ടാൽ എനിമികൾക്ക് അത്യാവശ്യം ഡാം കൊടുക്കും. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത്. നാലാമത്തെ ക്യാരക്ടറാണ് CR7. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ക്യാരക്ടർ ഒരു ഷീൽഡ്, ഒരു ബോൾ പോലത്തെ ഒരു ഷീൽഡിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ഈ ഒരു ക്യാരക്ടർ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ സ്കില്ലെന്ന് വെച്ചാൽ ഒരു ബോൾ പോലെ, നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ പിക്ചർ കാണാൻ പറ്റിയ ഒരു ബോൾ പോലെ ഇങ്ങനെ നിൽക്കും. അത് ഷീൽഡാണ് ഗൈസ്. അപ്പോൾ ആ ഷീൽഡിൻ്റെ അകത്തോട്ട് എനിമി വന്നാലേ എനിമികൾക്ക് നമ്മളെ കൊല്ലാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മളകത്ത് നിന്ന് എനിമികൾ എത്ര നമ്മുടെ വെടിവെച്ചാലും നമുക്കൊരു ഡാമും കാര്യങ്ങളും പറ്റത്തില്ല. അടുത്താണ് വോങ്. അപ്പോൾ ഗൈസ് ഈ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ നമുക്ക് സർവൈവൽ ചെയ്യാം, അല്ലെങ്കിൽ എനിമിയുടെ അടുത്ത് എസ്കേപ്പ് ആവാം, എനിമികൾ ഒളിഞ്ഞിരുന്ന് അടിക്കാം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. കാരണം നമ്മുടെ ഈ പുല്ല് പോലത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ വോങ് എടുക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഓസ്കാർ പുതിയതായിട്ട് വന്ന ക്യാരക്ടറാണ് ഓസ്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാരക്ടറും പിന്നെ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ ഏകദേശം രണ്ടും സെയിമാണ്. പക്ഷെ ഓസ്കാർ ഇതിനേക്കാളും കുറച്ച് സ്പീഡ് ഓടുകയും ചെയ്യും. അത് മാത്രമല്ല നമ്മൾ ഈ എനിമി ഗ്ലൂ വാൾ ഇടുവാണെങ്കിൽ ഗ്ലൂ വാൾ പൊട്ടിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടറും അത്യാവശ്യം എനിമികൾക്ക് നല്ലോണം ഡാമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ഗൈസ് ഈ ഒരു ക്യാരക്ടർ. അപ്പോൾ ഗൈസ് ഈ ഒരു ക്യാരക്ടറാണ് കോറ. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ എനിമീസ് എവിടെ ഒളിഞ്ഞിരുന്നാലും ആ ഒരു എനിമീസിനെ കണ്ടുപിടിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഗൈസ് ഈ ഒരു ക്യാരക്ടർ എന്നുള്ളത്. അതായത് നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് ചിലപ്പോൾ എനിമീസ് നമ്മളെ പുറമേ നിന്നോ മുമ്പിൽ നിന്ന് എവിടെ വേണം അടിക്കാം. അപ്പോൾ ആ ഒരു എനിമീസ് എവിടെ നിന്ന് അടിക്കുന്നത് നമുക്കറിയാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഗൈസ് ഇത്. പിന്നെ ഈ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഐസ് അറോൺ എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ നമുക്ക് അത്യാവശ്യം സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലിലേക്ക് അങ്ങ് അടിച്ചു പൊടിച്ചേക്കാം. അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോ കാണുന്നതിന് ബൈ.